അപ്പം നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ. നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകട്ടെ. സമയം ഒരു 7 മണിയായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് റെഡി ആവാം. ഈ സംഭവം എനിക്ക് എൻ്റെ അമ്മയുടെ നിന്ന് കിട്ടിയതാട്ടോ. ഞാൻ അത് യൂസ് ചെയ്യലുണ്ടായിരുന്നില്ല, പക്ഷേ കറൻ്റ്ലി ഐ ആം യൂസിങ് ദീസ്. മിനിമലായിട്ടുള്ളൊരു മേക്കപ്പാണ് കേട്ടോ. നൈറ്റ് ആവുന്നതുകൊണ്ട് സൺസ്ക്രീനൊന്നും ഇടുന്നില്ല. മോയ്സ്ചറൈസർ ഓൾറെഡി ഞാൻ യൂസ് ചെയ്യലില്ല. പിന്നെ അത് കഴിഞ്ഞ് ഐബ്രോസൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ മസ്കാര ഇട്ടു. ഞാൻ 2 ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒരു കളർ റീക്രിയേറ്റ് ചെയ്തെടുക്കാറ്. അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ടു. പിന്നെ നമുക്ക് ഫോഗിൻ്റെ സ്പ്രേ എടുത്ത് ജസ്റ്റ് അടിച്ചു കൊടുക്കാം. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഹെയർ ഒന്ന് ജസ്റ്റ് ചീവി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തു. ഇത് ഞാൻ മീഷോന്ന് പുതിയതായിട്ട് വാങ്ങിയ ബാഗാണ് കേട്ടോ. ഭയങ്കര അഫോർഡബിളാണ്, ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ റെഡി ആവലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഇവിടെ 75 രൂപയ്ക്ക് അൺലിമിറ്റഡ് ആയിട്ട് ബിരിയാണി കിട്ടുന്നൊരു കട ഉണ്ട് കേട്ടോ. അവിടേക്കാണ് നമ്മൾ പോയത്. പോയ സമയത്ത് ഒരുപാട് തിരക്കായിരുന്നു, അതുകൊണ്ട് ഇരിക്കാൻ സീറ്റ് പോലും കിട്ടിയില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ബിരിയാണി കിട്ടിയത്. 75 രൂപയ്ക്ക് എന്തായാലും വർത്താണ്. പിന്നെ അവിടെ 10 രൂപയ്ക്ക് കൊക്കക്കോളയും കിട്ടും കേട്ടോ. ബിരിയാണിയൊക്കെ കഴിച്ച് കൊക്കക്കോളയൊക്കെ കഴിച്ച് ഞാൻ തിരിച്ച് ഹോസ്റ്റലിലെത്തി. പിന്നെ രാവിലെ കഴിക്കാൻ വേണ്ടി കുറച്ച് പഴമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഷെൽഫിലെടുത്ത് വെച്ചു. പിന്നെ പഠിക്കുമ്പോൾ എക്സാം ആണല്ലോ, പഠിക്കുമ്പോൾ ഫ്രൂട്ടി സ്നിക്കേഴ്സൊക്കെ വെറുതെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാളെ എക്സാം ആയതുകൊണ്ട് നാളേക്കുള്ള പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പഠിത്തമൊക്കെ കഴിഞ്ഞ് അങ്ങനെ പിന്നെ കയറി കിടന്നുറങ്ങി. അപ്പം ഇത്രേ ഉള്ളൂ. ബൈ.